എന്റെ ഈശോയെ കാത്തുരക്ഷിക്കണമേ. അജുവേ, അനുവേ, വേഗം റെഡിയാവ്. ആടിനെ കൊട്ടക്കടക്കാരൻ ചായക്കടക്കാരൻ മമ്മദ് പറഞ്ഞപ്പോ ഞങ്ങള് സ്ഥിരമായി മമ്മദ് കടയിലെ പാല് ആ കൊടുക്കും. മമ്മക്ക് പറഞ്ഞു മണിക്കുട്ടി പോവുകയാണല്ലേ. ഞങ്ങളുടെ മണിക്കുട്ടി പൊന്നു പോലെ നോക്കില്ലേ? പിന്നെ പൊന്നു പോലെ നോക്കും. പറഞ്ഞേക്കാൾ കൂടുതൽ പൈസ ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഓടണ്ട പയ്യപ്പോ പയ്യപ്പോ. എന്താടി ഓർമ്മ? ഇങ്ങോട്ട് നീങ്ങി നിക്കടി. നീയാണോടി ആനി? തൊമ്മച്ചമ്മയുടെ എത്ര രൂപ നീ അടിച്ചു മാറ്റി? സാർ എന്തീ പറയുന്നത്? എന്റെ ഭാര്യ അത്ര കാര്യമല്ല. എന്തോ വ്യക്തമായ തെളിവിട്ടിട്ടാ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. മായ അകത്ത് കയറി നോക്ക്. യെസ് സർ. സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സർ, മോഷ്ടിച്ച പണം. ഇല്ല സാർ, ഞാനത് നീ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലേ? പിന്നെ ആ 3 ലക്ഷം രൂപയിൽ നിന്നും ഒരേ സീരിയൽ നമ്പറുള്ള ഈ നോട്ടുകൾ നിന്റെ വീട്ടിൽ എവിടെ നിന്നു? സത്യം പറയടി, നീ ബാക്കി പൈസ എന്ത് ചെയ്തു? സാർ എന്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല. ഇത് ചതിയാണ്. ചതിയാ? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്ന് പറയാം. ഇവിടെ പിടിച്ച് ജീവിക്കാറ്റ്. ഞങ്ങളുടെ മമ്മി ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യണ്ട സാറേ, പ്ലീസ്. ഈശോയെ, ഹലോ. യെസ് സാർ. ഓക്കെ സാർ. ആണോ? താങ്ക് യു സാർ. സാർ, 3 ലക്ഷം രൂപ പോയ കേസിൽ മുതലാളിയുടെ മകനെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓഹോ, ഇതാണോ നിയമപാലനം? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പ്രതിയാക്കുക. ഇതാണോ പോലീസ്? സോറി സാർ, ചെറിയൊരു മിസ്റ്റേക്ക്. എന്ത് മിസ്റ്റേക്ക്? നോക്കൂ മിസ്റ്റർ, ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ പ്രൊഫഷന്റെ ഭാഗമായി എനിക്കൊരു എത്തിക്സ് ഉണ്ട്. താങ്കളൊരു പോലീസ് ഓഫീസറാണ്, നാട്ടിൽ നിയമം നടപ്പിലാക്കേണ്ടയാൾ. ഒരു അബദ്ധത്തിൽ സംഭവിച്ചാണ്. നിങ്ങൾക്കിതൊരു അബദ്ധമായിരിക്കാം, പക്ഷെ ഈ കുടുംബത്തിന് ജോസേ, വാ നമുക്ക് പോവാം. മക്കളെ, ഇതൊരു റിഫ്ലെക്സ് ആക്ഷനാണ്. ഇതിലൂടെ ജോസ് വീണ്ടെടുത്തത് മെഡിക്കൽ സയൻസിനെ പരാജയപ്പെടുത്തുന്ന ഒരു രോഗത്തെയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. നാളെ തന്നെ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുന്നു. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തോടാണ്. യെസ് ഡോക്ടർ ഡോം. പറയൂ സിസ്റ്റർ. ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ആ ട്രിപ്പ് ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യ്. പിന്നെ ടാബ് അത് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, ശരി ശരി, ഞാൻ വിളിക്കാം. മോന് ചായ എടുക്കട്ടെ? എനിക്കിപ്പോൾ വേണ്ട ഡാഡി. ഐ വാണ്ട് ടു ടോക്ക് ടു സംതിങ്. എന്താ നിന്റെ പ്രോബ്ലം? പ്രോബ്ലം എനിക്കല്ല, ഡാഡിക്കാ. വാട്ട് യു മീൻ? ജോസ് എന്ന പേരുള്ള പേഷ്യന്റ് ഡാഡിയുടെ ആരാ?
പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കണമെങ്കിൽ നീ മെഡിക്കൽ സയൻസ് പഠിക്കണം. പഠിക്കാതെ തന്നെ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അറിയുന്ന കാര്യങ്ങളെല്ലാം സത്യമാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സത്യമല്ലെങ്കിൽ പിന്നെ ഡാഡി എന്തിനാ അയാൾക്ക് വേണ്ടി ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സ്റ്റാഫ് നേഴ്സ് പറഞ്ഞ് എല്ലാം ഞാൻ അറിഞ്ഞു. നിനക്കെന്താടാ ഫ്രെഡി പറ്റിയത്? ഡാഡി എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഡാഡി എന്ത് ചെയ്തു എന്നാ നീ പറയണത്? ഈ ജോസിന്റെ ഫാമിലിക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് ഞാൻ കേട്ടല്ലോ. ദിസ് ഈസ് ടു മച്ച് ഡാഡി. ഇതൊന്നും ശരിയല്ല. മോനെ ഫ്രെഡി, മറ്റുള്ളവരുടെ മുമ്പിൽ പ്ലസന്റായ ഒരു മുഖത്തോടു കൂടി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു ഡാഡിയെ നീ കണ്ടിട്ടുള്ളൂ. എന്നാൽ കുറ്റബോധത്താൽ നെഞ്ചുപിടഞ്ഞ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡാഡിയുടെ ഹൃദയം അത് മോൻ അറിഞ്ഞിട്ടില്ല. മോനോടത് ഞാൻ പറഞ്ഞിട്ടില്ല. വാട്ട് യു മീൻ ഡാഡി? 8 മാസങ്ങൾക്ക് മുമ്പ് US പുതിയ ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ പോകുന്ന ദിവസം മോനറിയാമോ, മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായി നമ്മൾ ഒരുമിച്ച് എയർപോർട്ടിലേക്ക് കാറിൽ പോകുന്നു. നിന്റെ ടെൻഷൻ കൊണ്ടോ ശ്രദ്ധക്കുറവുണ്ടോ എതിരെ വന്ന ബൈക്കുകാരനെ നീ ഓടിച്ച കാറിടിച്ചു. എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ സ്വാർത്ഥത എന്നെ അതിന് അനുവദിച്ചില്ല. എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ആ തെറ്റിൻ്റെ ബാക്കി പത്രമാണ് ജോസ്. ഈ ജന്മത്തിൽ ജോസിനും കുടുംബത്തിനും വേണ്ടി ഡാഡി ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ മോൻ പറ. ഡാഡി ഞാൻ വാനി ഇച്ചായ ആ വരൂ അത്തകരിക്കാം. ഇല്ല, ഞങ്ങൾ ഇറങ്ങിയാണ്. ഞാൻ പറഞ്ഞില്ലേ ജോസേ, ദൈവം നിന്നെ കട്ടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന്. സൗഖ്യദായകനായ യേശുവിന്റെ മഹത്വം ഞാൻ എന്റെ ജീവിതത്തിലൂടെ കണ്ടെത്തി. കത്രീനാമേ, ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറും കേട്ടോ. മോളെ, ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. എന്റെ ദൈവമേ, എനിക്കിനി ചത്താ മതി. ജോസുട്ടി, ആദ്യമായിട്ടാ ഇവിടെ ഒരാളോട് ക്ഷമ ചോദിക്കണത് ഞാൻ കേക്കണത്. കത്രീനാമേ, എന്റെ നല്ല അമ്മയല്ലേ, എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ. അച്ചായ, ഞങ്ങൾ ആയിക്കോട്ടെ മോനെ. ആഹാ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൂടി എടുത്തോ. അതും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എങ്ങനെയുണ്ട് ജോസിനെ? ചേട്ടന്റെ അസുഖം എല്ലാം മാറി, ഇപ്പൊ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. കർത്താവിന്റെ കാരുണ്യം, അല്ലാതെ എന്തു പറയാനാ. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പള്ളിയിൽ വെച്ച് മുൻ വികാരിയച്ഛനെ കണ്ടിരുന്നു. ആര്? സെബാസ്റ്റ്യൻ അച്ഛനെയോ? അതെ, എന്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ കേട്ടപ്പോ അച്ഛൻ ഒരുപാട് ആശ്വസിപ്പിച്ചു. ആനി എന്തേ പറയുന്നത്? സെബാസ്റ്റ്യൻ അച്ഛനെ കണ്ടെന്നോ? ആ. ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയതിനു ശേഷം സെബാസ്റ്റ്യൻ അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു. ചെറിയൊരു പനി വന്നതാ, അതുകൂടി ന്യൂമോണിയായി. അച്ഛൻ മരിച്ചിട്ടിപ്പോ 3 മാസം കഴിഞ്ഞു. അച്ഛാ, ഞാൻ കണ്ടതാ അച്ഛനെ. ഇത് അച്ഛനായിരുന്നോ വാങ്ങിയത്? അല്ല, കുഞ്ഞാലി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എന്നോട് കാശ് പോലും വാങ്ങാതെ കൊണ്ടുവന്ന് തന്നതാ. കുഞ്ഞാലി? അത് ആനിക്ക് എന്താ പറ്റിയത്? ജോസേട്ടാ, ഞാനൊന്ന് പള്ളി പോയിട്ട് വരട്ടെ. പോയിട്ടോ. ജോസ് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? വെച്ചോ.